നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാസ്പോർട്ട് പുതുക്കാൻ കാലതാമസം നേരിടുന്നതിനെ തുടർന്ന് പ്രവാസികൾ എല്ലാവരും തന്നെ ആശങ്കയിലാണ്. നേരത്തെ അപേക്ഷിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ രേഖകൾ ഹാജരാക്കിയിരുന്നിടത്ത് ഇപ്പോൾ 1 മാസം കഴിഞ്ഞാണ് ഇതിനായി അവസരം ലഭിക്കുന്നത്. 1 മാസത്തെ അവധിക്കാണ് പ്രവാസികളിൽ പലരും നാട്ടിലെത്തുന്നത്. ഗൾഫ് നാടുകളിൽ പാസ്പോർട്ട് പുതുക്കാൻ ഏജൻസികൾ വലിയ ഫീസ് ഈടാക്കുന്നതിനാൽ ഭൂരിഭാഗവും നാട്ടിലെത്തിയാണ് പുതുക്കുന്നത്. സംസ്ഥാനത്ത് പാസ്പോർട്ട് പുതുക്കുന്നതിന് 2000 രൂപയിൽ താഴെയാണ് ഫീസ്. വിദേശത്ത് ഇത് 12,000 രൂപയ്ക്ക് മുകളിലും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വിദേശങ്ങളിൽ ജോലി തേടി പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. കോവിഡ് തീവ്ര വ്യാപന സമയത്ത് നാട്ടിലേക്കുള്ള വരവ് നീട്ടിവെച്ച പ്രവാസികളിൽ പലരും ഇപ്പോൾ മടങ്ങിയെത്തുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ നൽകേണ്ട തൽക്കാൽ പാസ്പോർട്ട് വൈകുന്നതിനായുള്ള പരാതികളും ഉയരുന്നുണ്ട്. പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും ഓൺലൈനായി നൽകുന്ന അപേക്ഷകളിൽ രേഖകൾ സമർപ്പിക്കാനുള്ള തീയതി വൈകിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ജോലി ചെയ്യുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നേരത്തെ 2 ആഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് ലഭിച്ചിരുന്നതിനാൽ അവധി കഴിഞ്ഞ് കൃത്യസമയത്ത് മടങ്ങാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇക്കുറി മടക്കയാത്രയുടെ സമയത്തും പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാത്തത് മൂലം പലരുടെയും ജോലി തന്നെ ബാധിക്കുകയാണ്. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിച്ചവരും കാത്തിരിപ്പിലാണ്. ലോക്ഡൌൺ ഒഴിവായതിനു ശേഷം സ്വീകരിക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറച്ചതാണ് ഇപ്പോഴത്തെ കാലതാമസത്തിന് പിന്നിലെന്ന് പാസ്പോർട്ട് ഓഫീസ് അധികൃതർ പറയുന്നു. അതേസമയം പാസ്പോർട്ടിലെ വിവരങ്ങൾ മാറ്റുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇതിനായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ടതില്ല. പേരടക്കമുള്ള വിവരങ്ങൾ ഓൺലൈനിൽ തന്നെ മാറ്റാനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.